ഇക്വാലിറ്റി, തുല്യത പെണ്ണിനത് കിട്ടുന്നുണ്ടോ? നമ്മുടെ രാജ്യത്തെ ഭരണഘടന പറയുന്നുണ്ട് പെണ്ണിനെ ആണിനെ തുല്യ പ്രാധാന്യം കൊടുക്കണമെന്നാണ് ഭരണഘടന മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ ഇവിടുത്തെ മതങ്ങളോ? ആണിന് അടിമയെ കഴിയേണ്ടവളാണ് പെണ്ണ് എന്നൊരു സിസ്റ്റമാണ് മുന്നോട്ട് വെക്കുന്നത്. യുക്തിപരമായിട്ട് ചിന്തിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ മതം വിട്ട് പുറത്തു വരണം, വിദ്യാഭ്യാസപരമായിട്ട് ഉയരണം. വിദ്യാഭ്യാസപരമായിട്ട് ഉയർന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആണോ പെണ്ണോ എന്നൊരു വേർതിരിവ് കാണത്തില്ല. രണ്ടുപേർക്കും തുല്യ വേതനമായിരിക്കും, ശമ്പളമായിരിക്കും, സാലറി ആയിരിക്കും. കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് സ്കൂൾ വിദ്യാഭ്യാസത്തിനൊപ്പം തന്നെ കളരി, കരോട്ട, സ്പോർട്സ് ഇതിനെല്ലാം മുൻഗണന കൊടുക്കണം. എങ്കിൽ നമുക്ക് നല്ലൊരു തലമുറയെ വാർത്തെടുക്കാൻ കഴിയും. ലഹരി, അന്ധവിശ്വാസത്തിനും ആഡംബര ജീവിതത്തിനും രാഷ്ട്രീയ പ്രവർത്തകർക്കൊപ്പവും ഇറങ്ങിത്തിരിക്കാത്ത നല്ലൊരു തലമുറയെ നമുക്ക് വാർത്തെടുക്കാൻ കഴിയണമെങ്കിൽ നമ്മൾ മതം വിട്ട് പുറത്ത് വന്നേ തീരൂ. അതുപോലെ തന്നെ ഇപ്പോൾ പെൺകുട്ടികൾ രാത്രി ഇറങ്ങി നടക്കാൻ കഴിയത്തില്ല നമ്മുടെ രാജ്യത്ത്. ഇവിടെ 90% വരുന്ന ആൾക്കാർക്കും വിദ്യാഭ്യാസം കിട്ടുന്നില്ല. വിദ്യാഭ്യാസം കിട്ടിക്കഴിഞ്ഞാൽ ഭരണഘടനയെക്കുറിച്ചോ അല്ലെങ്കിൽ ഇവിടുത്തെ ശിക്ഷാ നിയമങ്ങളെക്കുറിച്ചോ പൂർണ്ണ ബോധം കാണത്തുള്ളൂ. ഈ 10% വരുന്ന ആൾക്കാരാണ് വിദ്യാഭ്യാസം നേടുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് എല്ലാവരും വിദ്യാഭ്യാസം കരസ്ഥമാക്കാൻ നോക്കുക. അതുപോലെ തന്നെ പെൺകുട്ടികൾക്ക് രാത്രി ഇറങ്ങി നടക്കണം എന്ന് താല്പര്യമുള്ള പെൺകുട്ടികൾ ആയോധന കലകളോ കളരി, കരോട്ടോ ഇതെല്ലാം അഭ്യസിച്ചിരിക്കണം. ഒരാണ് നിങ്ങളടുത്തോട്ട് തെറ്റായി വന്നു കഴിഞ്ഞാൽ ആണിൻ്റെ കൊട്ടയടിച്ച് മേളിൽ കയറ്റും എന്നൊരു തീരുമാനം നമ്മളെ രാജ്യത്ത് എല്ലാവരിലും എത്തണം. എല്ലാവരിലും എത്തിക്കഴിഞ്ഞാൽ ഈ ചിന്തയൊക്കെ മാറിത്തുടങ്ങും. മനസ്സിലായില്ലേ? ഇല്ലെങ്കിൽ നിങ്ങളെ പീഡിപ്പിക്കും, റോട്ടിൽ ഓട്ടിച്ചിട്ട് പീഡിപ്പിക്കും. അതിനകത്ത് ഞാനും കാണും.